വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ കാത്തിരുന്ന CUT UG എക്സാം, അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ, അതായത് പ്ലസ് ടു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ്. അതായത് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് CUTയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായി ഇവിടെ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തുകയാണ്. ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സ്വാഭാവികമായിട്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി എന്നുള്ളൊരു കോഴ്സ് എടുക്കുമ്പോൾ, ആ ഡിഗ്രി കോഴ്സ് എടുക്കുമ്പോൾ രാജ്യത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പകരം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അത്തരത്തിൽ പ്രാധാന്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൽ തന്നെ CUTയുടെ എൻട്രൻസ് എക്സാം UG എക്സാമിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അഡ്മിറ്റ് കാർഡ്, അതായത് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് ഓൾഡ് വന്നിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ മെയ് 13 മുതൽ മെയ് 13 മുതൽ ജൂൺ 3 വരെയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും പരീക്ഷ ഡേറ്റ് ടൈമൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിദ്യാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിലവിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുള്ളത് മെയ് 13 മുതൽ മെയ് 16 വരെ നടക്കുന്ന പരീക്ഷകളുടെ, അതായത് മെയ് 13 മുതൽ 16 വരെ നടക്കുന്ന പരീക്ഷാ വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡ് നിലവിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, 13 മുതൽ 16 വരെ പരീക്ഷയുള്ള വിദ്യാർത്ഥികൾക്കാണ്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 3 വരെ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ 16 ശേഷം നടക്കുന്ന പരീക്ഷാ വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ താമസിയാതെ വരും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് NTA ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ഉണർത്തുന്നുണ്ട്. കാരണം പല വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഹോൾ ടിക്കറ്റൊക്കെ നോക്കിയവരുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പരമാവധി നമ്മുടെ ചാനലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ വിദ്യാർത്ഥികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള CUT.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ CUT UG എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്തുള്ള ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും അതേപോലെ തന്നെ ഈ താഴെ കൊടുത്ത ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, അതായത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനും അതേപോലെ 13-16 തീയതികളിൽ പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഹോൾ ടിക്കറ്റിലെ മുഴുവൻ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായ രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എടുത്ത് തയ്യാറായിട്ട് മാത്രം വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ, പരമാവധി അരമണിക്കൂർ മുമ്പ് നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷാ സെൻറ്ററിൽ എത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ ഹോൾ ടിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, 16 ശേഷമാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അറിയിക്കുന്നതായിരുന്നു. അതുകൊണ്ട് പരമാവധി നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് വിദ്യാർത്ഥി ചെക്ക് ചെയ്യും, ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഉറപ്പെടുത്തുക. അതേപോലെ പ്ലസ് ടു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിങ്ങളുടെ ഡിഗ്രി ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരത്തെ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന പ്ലസ് ടു റിസൾട്ട് ഈ മാസം 21 പ്രസിദ്ധീകരിക്കുവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ അപ്ഡേറ്റ്സുകളും വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അറിയാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി ഇത്തരത്തിൽ അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.